നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 2:30 ആയിട്ടുണ്ട്. 2:30ക്ക് ഇറങ്ങിയാലേ ഉള്ളൂ നമ്മൾ വള്ളത്തിനടുത്ത് ഇറങ്ങി നമുക്കൊരു കറക്റ്റ് 4 മണിയാകുമ്പോഴത്തേക്കും വള്ളം ഇറക്കാൻ പറ്റുള്ളൂ. അതിനോട് ഇപ്പോൾ 2 മണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ കൂട്ടുകാർ 2 പേരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. സുഹൃത്താണ് വണ്ടി ഓടിക്കുന്നത്, ചേട്ടച്ചാരി. അനിയച്ചാരി പുറകെ ഇരിപ്പുണ്ട്. നമ്മളെപ്പോൾ പോയാലും ശരി, പോകുന്ന വഴിക്ക് കാണിച്ചു കൊടുക്കുന്ന അമ്മയെ കണ്ട് കാണിക്കിട്ടിട്ട് നമ്മൾ പോകുന്നത് എന്നും. നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ടീംസ് കുറച്ച് പേര് വരാനുണ്ട്, 10-26 പേര്. നമ്മളിനി അവരെ നോക്കി നിൽക്കാൻ പോവുക. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി. നമ്മൾ തോട്ടപ്പള്ളി ഹാർബർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുക ഓരോരുത്തരായിട്ട്. എല്ലാവരും കൊച്ചുവെളുപ്പാങ്കാലത്ത് അവർക്ക് ക്ഷീണത്തില്ല. തോട്ടപ്പള്ളി ഹാർബറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ വള്ളങ്ങൾ ഇറക്കാനുള്ള തിരക്കില്ല. നമ്മൾ മാത്രമല്ല, നമ്മളെപ്പോലെ തന്നെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് അവരവരുടെ വള്ളങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് നമ്മളെ വെള്ളം ഇറക്കാൻ വേണ്ടിയിട്ട്. അവർ പോയാലുള്ള നമുക്ക് നമ്മുടെ വെള്ളം ഇറക്കാൻ പറ്റും. അതിനുള്ള വെയിറ്റിംഗ് എല്ലാവരും. നമ്മുടെ കേട്ടവള്ളത്തിൽ കയറിയിട്ടുണ്ട്. ബാക്കി 18ഓളം പേരുകൾ വലിയ വള്ളത്തിൽ കയറിയിട്ടുണ്ട്. സമയം ഏകദേശം 4 മണിയോളം ആയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം തോട്ടപ്പള്ളി ഹാർബറിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങുന്ന കാഴ്ച ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടൽ ഫുള്ളും കവരടിഞ്ഞേക്കും കേട്ടോ. എന്ത് രസമെന്നറിയോ. അയ്യോ, സത്യം പറഞ്ഞാൽ ഫോണിലായതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റില്ല. ഫോണിൽ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേറെ സൈസ് കളറായിട്ട് തോന്നും. ഡ്രിങ്ക് പോലെ ഒരു ഫ്ലോറസെൻ്റ് പച്ച, അതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോഴത്തേക്കും. അയ്യോ, അതുപോലെ രസം കേട്ടോ. ഒരു രക്ഷയിലെത്തുന്ന പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് വല്ലാത്തൊരു വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ എൻ്റെ പൊന്നോ, അത് നമ്മൾ ആസ്വദിച്ചാൽ നമുക്കത് മനസ്സിലാക്കും. നമ്മളത് നേരിട്ട് അനുഭവിക്കണം, എന്നാലുള്ള അതിൻ്റെ വൈബ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കണ്ടു നോക്കട്ടോ. സമയത്ത് ഏകദേശം 5:30 എന്നാൽ പോലും നമുക്ക് തണുപ്പ് കിട്ടുമല്ലോ. കാരണം അതുപോലത്തെ തണുത്ത കാറ്റാണ് നമുക്ക് നല്ലപോലെ അടിക്കുന്നത്. ഒരു രക്ഷയില്ല. ഈ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ പോകുന്നുണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന സന്തോഷം അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് വല്ലാത്തൊരു ഫീൽ തന്നെ. സമയം ഇപ്പോൾ ഏകദേശം 6 മണിയോളം ആയിട്ടുണ്ട്. ഫോണിൽ കൂടെ കാണുമ്പോഴത്തേക്ക് അത്ര ക്ലിയർ കിട്ടത്തില്ല. എന്നാൽ പോലും ഞാൻ പറയുവാണേ, അടുത്തിരിക്കുന്നതൊക്കെ അടുത്തടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ദൂരത്തുള്ളവരെ നമുക്ക് അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല. അതായത് ദൂരത്ത് പോകുന്ന വള്ളങ്ങളെ, കേരള വള്ളങ്ങളെ, കൊച്ചു വള്ളങ്ങളെ, അതൊന്നും പെട്ടെന്ന് കണ്ടെന്ന് വരത്തില്ല. അത് കാരണം പതുക്കെ നോക്കി കണ്ടൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വള്ളം ഓടിക്കുന്ന ഒരു ചേട്ടായോട്ടെ ഇത്. ആളുടെ പേര് മാർട്ടിൻ എന്നാണ്. നിഴൽ മാത്രമേ കാണുകയുള്ളൂ. ഞാനും ഉണ്ട് കൂട്ടത്തിൽ. ഞാനുണ്ട്, സുഹൃത്തുണ്ട്. ജസ്റ്റ് വള്ളത്തിന് മുമ്പിലാണ്. അവൻ ഇടയ്ക്ക് വെച്ച് വള്ളത്തേക്ക് കയറി. കാരണം ഞങ്ങൾ രണ്ടും, പിന്നെ ആ കൂട്ടത്തിൽ മാർട്ടിൻ ചേട്ടനെ, അതുകൂടാതെ വേറെ 1-2 അച്ചായന്മാർ വേറെ. ഇപ്പോൾ ഏകദേശം സമയം ഒരു
7:30 7:45 അതിനകത്ത് ഇപ്പോൾ സമയം നിൽക്കുന്നത്. എന്നാൽ പോലും തണുപ്പിനൊരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സൂര്യൻ ഉദിച്ചിട്ടില്ല ഇപ്പോൾ പോലും. ഈ കാണുന്ന ആകാശത്തിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങൾ തെറ്റിരിക്കണ്ട, ഞാൻ കാണിച്ചു തരാം കേട്ടോ. വള്ളങ്ങൾ അടുത്തടുത്തുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചുവപ്പ് സിഗ്നൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണിന് കാണത്തില്ല. ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മളിതിൽ പിടിച്ച് കയറി കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിന് ചാൻസ് ഉണ്ടാക്കും. എല്ലാവരും വള്ളത്തിന് മുമ്പിലൊക്കെ കയറി നോക്കി നിൽക്കുക, വള്ളം ഏത് ദിക്കിലേക്ക് എടുക്കണമെന്നും ഏത് വഴിക്ക് പോകണമെന്നൊക്കെ ചിന്തിച്ചിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മാർട്ടിൻ ചേട്ടൻ. ആളുടെ ഫേസ് ഇപ്പോഴും ക്ലിയർ ആകുന്നുണ്ടോ എനിക്കറിയത്തില്ല. എന്നാൽ പോലും ഫോണല്ലേ, അതിൻ്റെതായ ചെറിയൊരു ക്ലാരിറ്റിക്ക് വേരിയേഷനൊക്കെ വരും. സുഹിത്താണ് മറ്റൊരു യമഹ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടും കൂടാണ് 2 യമഹ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നമ്മുടെ കേട്ടറിന് 2 എഞ്ചിനും അതുപോലെ തന്നെ വലവെള്ളത്തിന് 3 എഞ്ചിനുമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:15 മാക്സിമം ആയിട്ടുണ്ട്. നിങ്ങൾ ആ വള്ളത്തിന് മുമ്പിരിക്കുന്ന പ്രോപ്പർട്ടി ആള് ഭയങ്കര കോമഡിയാണ്. എന്നാൽ പോലും നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്, ആൾക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാൻ പറ്റിയില്ല. നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ വൈബ് വേറെ കേട്ടോ. പുള്ളി പക്ഷെ വേറെ മൂഡാണ്. ഞാനാണെങ്കിൽ തണുത്ത് വിറച്ച് മരവിച്ചായിരിക്കും. ആ ഇരിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് തോന്നത്തില്ലായിരിക്കും. പക്ഷെ എന്നാൽ പോലും പോകുന്ന പോക്കിന് നമ്മൾ കടലിൽ ഓരോ കാഴ്ചകളെല്ലാം കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയത്തില്ല. എന്നാൽ പോലും തണുപ്പിനൊരു കുറവില്ല. സമയം ഇപ്പോൾ പറയുകയാണെങ്കിൽ കറക്റ്റ് 7:45. നിങ്ങൾക്ക് ഇത്രയും വെട്ടം തോന്നാൻ കാരണം വേറൊന്നുമില്ല, നമ്മുടെ കരകളിലാണെന്നുണ്ടെങ്കിൽ മരങ്ങളും ബിൽഡിങ്ങുകളും കാരണം നമുക്ക് ഇരുട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെളിച്ചം കിട്ടിയെന്ന് വരത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെളിച്ചം കിട്ടും. നമ്മുടെ കപ്പിത്താൻ മുമ്പിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ആരും അത് ശ്രദ്ധിക്കുന്നില്ല. വേറൊന്നുമല്ല, സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ്. പക്ഷെ പുള്ളി വേറെ വൈബാട്ടോ. ചങ്കൂരെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത് പുള്ളിയെ കഴിഞ്ഞുള്ളൂ. ഇതാണ് നമ്മുടെ മാർട്ടിൻ ചേട്ടൻ. ആളുടെ മുഖം ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ആള് മുടിയൊക്കെ വളർത്തി ഫ്രീക്കാട്ടോ. സുഹൃത്തും പറയുന്നുണ്ട് വള്ളം എഞ്ചിൻ ഓടിച്ചോണ്ടിരിക്കുക, ഞാൻ സൈഡിൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം വെയിലുദിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽപ്പോലും കാറ്റ് ഭയങ്കര ആയതുകൊണ്ട് നമുക്ക് തണുപ്പാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ നോക്കി, ഞാൻ തമാശ പറഞ്ഞല്ലോ, നോക്കിയാൽ പുള്ളിയുടെ ചങ്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ, അത് വേറെ ലെവലാട്ടോ. കാരണം ആ വള്ളത്തിന് തുമ്പത്ത് കയറി ഇത്രയും ഓളം അടിച്ച് പൊങ്ങുന്ന സമയത്ത് അത് അവിടെ കയറി ഇരുന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ ആളുടെ മനക്കെട്ടി എന്തായിരിക്കും ഒന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഫോണിൽ കാണുന്നുണ്ട്, ചിലപ്പോൾ ഇതിൻ്റെ ഓളത്തിൻ്റെ ആ ഒരു പവർ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന തരത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ആ കാണുന്ന തിര എന്തോരം പൊക്കത്തിലാണ് പൊങ്ങുന്നതെന്നുള്ളത്. എല്ലാ വള്ളക്കാരും മീൻ നിൽക്കുന്ന ദിശ നോക്കിയിട്ടുള്ള യാത്രയാട്ടോ എല്ലാവരും.
തോട്ടപ്പള്ളിയിൽ നിന്ന് നമ്മൾ വള്ളം എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ആലപ്പുഴ വണ്ടാനം ആ ഭാഗത്തായിട്ടുണ്ടേ. വണ്ടാനം മെഡിക്കൽ കോളേജ് നിങ്ങളാ കാണുന്നത്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, കാരണം ഫോണിൻ്റെ ക്ലാരിറ്റി അത്രയേ ഉള്ളൂ. എന്നാൽ പോലും മാക്സിമം സൂമിങ്ങാണ് നിങ്ങൾ കാണുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജാണതേ. തോട്ടപ്പള്ളി നിന്നെടുത്ത വള്ളമാണ്. സമയം ഇപ്പോൾ ഏകദേശം കറക്റ്റ് 8:15. ആ സമയം അപ്പോൾ എന്തായി, സൂര്യൻ കറക്റ്റ് പൂർണ്ണ ആകൃതിയിൽ എണീച്ച് നിൽപ്പുണ്ട്. അത്യാവശ്യം വെയിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ പോലും തണുപ്പിന് കുറവില്ല. എല്ലാവരും സൂര്യനെ നോക്കി ചുമ്മാ ഇരിക്കും, ഇച്ചിരി ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട്. കിഴക്ക് ഇതുപോലെ പൂർണ്ണമായിട്ട് ഉദിച്ചിരിക്കുന്ന സൂര്യനെ കാണാൻ എന്നാ രസം അറിയാമോ. കടലിലെ വെള്ളമെല്ലാം അതുപോലെ തിളങ്ങും. എന്നാൽ പോലും ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര രസമാണ്. എൻ്റെ മുഖത്താണെങ്കിൽ ഇപ്പോഴെത്തിരി ചിരി വീഴുന്നത് എന്നുവെച്ചാൽ വെയിൽ കൊള്ളാൻ തുടങ്ങിയപ്പോഴേ ഒരു ചൂട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ തണുപ്പിന് ഇത്തിരി കുറവുണ്ട്. അയ്യോ, അതുവരെ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടെന്ന് മാറ്റും ചേട്ടൻ ആളെ ഉറങ്ങി, കാരണം വെളുപ്പിനെ 2 മണിക്ക് ഇറങ്ങിയതല്ലേ. ഒരു വലിയ ബോട്ട് അവരുടെ ചെറിയ വള്ളം കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച ഞങ്ങൾ കാണുന്നത്. ചെറിയ വള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ളത്തെക്കാട്ടിലും വലിയ വള്ളമാണ്. അതായത് നമ്മുടെ വലവള്ളത്തിൻ്റെ അത്രയും ഇല്ല, എന്നാൽ പോലും നമ്മുടെ കേരള വള്ളത്തെക്കാട്ടിലും അത്യാവശ്യം വലിയ വള്ളം കേട്ടോ. നമ്മുടെ വലവള്ളം വല അടിച്ച് കഴിഞ്ഞു. നമ്മളിപ്പോൾ ആ വലയ്ക്ക് ചുറ്റും റൗണ്ട് അടിക്കുക, കാരണം കടൽപ്പന്നിയുടെ ഭയങ്കര ശല്യം. വല അടിച്ച് കഴിഞ്ഞാൽ ഇവറ്റകൾ എവിടെ ഇരിക്കുന്ന അറിയത്തില്ല കേട്ടോ. ഓടി വന്ന് ചെയ്യും വലയ്ക്കകത്ത് കയറി വലയെല്ലാം കടിച്ച് മുറിച്ച് നമ്മൾ വലയ്ക്കകത്ത് ഇറങ്ങുന്ന മീനെയും പിടിച്ചിട്ട് പോകുന്നത്. ഇത് മീൻ പിടിച്ചുകൊണ്ട് പോകുന്നത് മാത്രമല്ല നമുക്ക് ബുദ്ധിമുട്ട്, നമ്മുടെ വലയെല്ലാം കണ്ടിച്ച് മുറിച്ചെല്ലാം കളയുന്നേ. പിന്നെ വലക്കകത്തിരിക്കുന്ന പകുതിയോളം മീനുകൾ അങ്ങനെ ഇറങ്ങിപ്പോകും. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ. നമ്മൾ ഓടിക്കും കേട്ടോ. നമ്മൾ മാക്സിമം ഏറുകെട്ടയ്ക്ക്, നമ്മൾ ഏറുകെട്ട എന്ന് പറഞ്ഞാൽ കല്ലും കട്ടയല്ല, അല്ലാതെ നമ്മൾ പന്നിയെ ഓടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നൊരു വസ്തു, അതിൻ്റെ പേര് പറയുന്ന പേരാണ് ഏറുകെട്ട. പിന്നെ കമ്പും കോലക്കട്ട അടിച്ചടിച്ചടിച്ച് അതിനെ ഒരു വിധത്തിൽ ഓടിച്ചൊക്കെയാണ് നമ്മൾ വല വലിക്കുന്നത്. നമ്മുടെ വലയിൽ ഇപ്പോൾ കയറിയത് മൊത്തം ചെമ്മീനാണ്. നമ്മൾ ചെമ്മീനെ ചാടിച്ച് അടിച്ച് വലയ്ക്കകത്ത് കയറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒച്ചപ്പാടും ബഹളമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. നമ്മുടെ ആദ്യത്തെ വല അടിച്ചപ്പോൾ കിട്ടിയ മീനൊക്കെ ഇവിടെ ഈ കാണുന്നത്. ചെമ്മീനുണ്ട്, അതുപോലെ തന്നെ അയിലയുണ്ട്. അയില എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഫ്രഷ് അയില, ഒരു രക്ഷയില്ല. എന്നാൽ മറിച്ചിട്ട് നോക്കി, ഇതൊക്കെ ഈ കാണുന്നത് നാരൻ ചെമ്മീനാണ് കേട്ടോ. ഇതൊക്കെ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാന്ന് പറയുന്നത്. കണ്ടോ, ലൈവായിട്ടല്ലേ കാണിച്ചിരുന്നു. നോക്കി, ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി മീനൊക്കെ നമുക്ക് കടലിലേ കാണാൻ പറ്റുള്ളൂ. കരയ്ക്ക് വരുന്നതിലും കൂടുതലും ചത്ത് വരുന്ന മീനൊക്കെ അല്ലേ, കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അമോണിയ കയറ്റിയതാണോ അതോ ഫ്രഷ് ആണോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലൈവായിട്ട് കാണിച്ചു തരാം ഫ്രഷ് മീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്.
അതാ പിടിച്ചു ചെമ്മീൻ്റെ കൊമ്പ് ചെമ്മീന്റെ മുള്ളു കൊണ്ട് കാല കയറ്റി ഇരിപ്പതാ അയില കണ്ടോ കൊടുത്ത് ഒന്നും ആയിട്ടില്ലല്ലോ ഇതൊന്നും ആയിട്ടില്ലല്ലോ കാണിച്ചു കഴിഞ്ഞാൽ പണി വേറെ 15 സെൻറ്റിമീറ്റർ അല്ലേ പറഞ്ഞു നമ്മുടെ മിനി സ്കെയിലല്ലേ നിങ്ങൾ ഈ കാണുന്നതാണ് വെള്ളക്കട്ട. അതായത് മഴവെള്ളം വീണിട്ട് കട്ട പിടിക്കുന്ന ഈ കാണുന്ന പറഞ്ഞാലും വിശ്വസിക്കില്ലേക്ക്. ഈ സാധനം പക്ഷേ ജെല്ലി പോലെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലിട്ട് ഞെക്കി പൊടിച്ച് കഴിഞ്ഞാൽ അതുപോലെ പൊടിഞ്ഞു പോരും. പിന്നെയും കുഴപ്പമില്ല. വലുതുണ്ട്. മത്തിയാണോ അത് കിടക്കുന്നത്? മത്തി എന്നൊക്കെ പറഞ്ഞാൽ ചത്ത് വരുന്ന മത്തിയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് നോക്കി നല്ല ലൈവായിട്ട് ഞാൻ കാണിച്ചു തരും. നല്ല ജീവനുള്ള മത്തി, പച്ച മത്തി. ഓ ഒരു രക്ഷയില്ല. എന്നാ വലിപ്പം അറിയോ? നിങ്ങൾ ക്യാമറയിൽ കാണുന്ന പോലല്ല. ഒരു ചെമ്മീൻ്റെ ഒക്കെ വലിപ്പം എന്നൊക്കെ നിങ്ങൾ നോക്കി എൻ്റെ കൈയുടെ അകത്തിരുന്നിട്ട് അതും ജീവനുള്ള ചെമ്മീനും മത്തിയും അയിലൊക്കെ. ഇതിപ്പോൾ നമുക്ക് മിക്സായിട്ട് കിട്ടിയേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ തരംതിരിക്കും. ചെമ്മീൻ വേറെ, അയില വേറെ, മത്തി വേറെ എന്നിങ്ങനെ തരംതിരിക്കും നമ്മൾ. ഒന്ന് കേറിയ ഇരിപ്പതാ. ചെമ്മീന്നൊക്കെ പറയത് ഇത് കളയുമല്ലേ നാട്ടിലല്ലോ? ജീവനുണ്ട്, ചത്തിട്ടില്ല. ആ അതേണ്ട ജീവനുള്ളത് പറഞ്ഞു. വീർക്കട 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 ചത്തട്ടൊന്നുമില്ല. രാവിലെ ആവണ്ട പല്ല്. നിങ്ങൾ മുട്ടക്കൂന്തൽ കണ്ടിട്ടുണ്ടോ? ഇത് ഈ കാണുന്നതാണ് മുട്ടക്കൂന്തൽ. കറക്റ്റ് പറഞ്ഞൊരു മുട്ടയുടെ ഷേപ്പാട്ടോ. അവൻ ചാകാൻ കിടക്കുമ്പോഴും അവൻ്റെ വായിലൊരു ചെമ്മീനും ഒരു കൊഴുവയും. എന്താ അവൻ്റെ അഹങ്കാരം നോക്കി. എല്ലാം ഉണ്ട് മിക്സഡായിട്ട് വന്നതാണ്. ഇതാണ് ആവോലി. മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള മീനാണ്. നല്ല ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നല്ല ഡിമാൻഡാണ്. അതുപോലെ ടേസ്റ്റാന്ന് പറയുന്നത് കഴിക്കാനെല്ലാവരും. അതാ നമുക്ക് കിട്ടുന്ന നാരൻ ചെമ്മീനെ നമ്മൾ സെപ്പറേറ്റ് മാറ്റി ഇടുന്ന കേട്ടോ. കറക്റ്റ് പെറുക്കിയിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത്ര കറക്റ്റ് ആയിട്ടുണ്ട്. ഓരായിരിക്കും ഇത് പോകാൻ ആളുണ്ട്. അയ്യോ അപ്പച്ചാൻ തിന്നായിരിക്കും. സമയം ഇപ്പോൾ ഏകദേശം ഒരു 9:45 എന്നാൽ പോലും ഇത്ര നേരത്തെ വെയിൽ കൊണ്ടതാണ്. കോലം കണ്ടോ? കാരണം ഉപ്പ് കാറ്റും മീനിൻ്റെ ചെതുമ്പൽ കൂടുമ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടാണ് ഉണ്ടാകുന്ന കോലമാണ്. ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടോ? ഇതുപോലത്തെ ചെമ്മീനൊക്കെ ലൈവ്, അത് ലൈവ് ചെമ്മീൻ ഞാൻ കാണിച്ചു കേട്ടോ. ജീവനുണ്ടേ, ചത്തിട്ടില്ല. പക്ഷെ ഇതൊരു വേറെ രസം കേട്ടോ. തമാശ പറഞ്ഞില്ല, ഇത് ഭയങ്കര രസമാണ് ഈ മീൻ പിടുത്തമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതും ഇതുപോലെ കടലിൽ പോയിട്ട് മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ ഒരു ചെമ്മീൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ? ഒരൊറ്റ ചെമ്മീൻ്റെ വലിപ്പം നോക്കി. അതിൻ്റെ കൊമ്പ് ഒരു കുത്ത് തന്നാൽ ചെമ്മീൻ്റെ കൊമ്പ് കൊള്ളുന്നിടം വീണ്ടും പഴുക്കും. അത് ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കും. ഞങ്ങളത് ആ കിട്ടിയ മീനുമായിട്ട് ഹാർബറിലേക്ക് തിരിച്ചു പോകുക. അതായത് കിട്ടിയ മീൻ കൊടുക്കാനുണ്ട്. എന്നിട്ടാണ് അടുത്ത വല അടിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ച് വള്ളത്തിനടുത്ത് വന്ന് ആ മീൻ വള്ളത്തിൽ കയറ്റാനുണ്ട്. എൻ്റെ നെറ്റിയിൽ കാണുന്നത് പൊട്ടല്ല കേട്ടോ, അത് മീനിൻ്റെ ചെതുമ്പല. വെയിൽ കാരണം ക്യാമറയിൽ എൻ്റെ മുന്നിലേക്ക് കാണാൻ പറ്റും.
നമ്മൾ നമ്മുടെ ഹാർബറിൽ വന്നിട്ടുണ്ട്, കണിച്ചുകുളങ്ങര ഹാർബറിൽ. അവിടെയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ മീൻ കൊടുക്കുന്നത്. അതും ലേലം വിളിച്ചാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളവിടെ കയറുന്നതിൻ്റെ എൻട്രിയാണ് നിങ്ങളെ കാണുന്നത്. എടാ സൂമായി കിടക്കുവാണോ? നമ്മൾ നമ്മുടെ ഹാർബറിനകത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ മീൻ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ കാണുന്നത്. നമ്മുടെ വീട് നല്ല വരുന്ന വള്ളക്കാരെ നിന്ന് മീൻ വാങ്ങാൻ വരുന്ന ജനക്കൂട്ടമാണ് നിങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് മുമ്പേ വന്ന വള്ളം അവരുടെ മീൻ കൊടുത്തിച്ച് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ വള്ളം അവിടെ ഇട്ട് തിരിച്ച് യൂട്ടേൺ എടുത്തിട്ട് ഇപ്പോൾ ബൈക്ക് നേരെ കരയിലോട്ട് കയറ്റുവാണേ. കാരണം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വെള്ളം തള്ളി ഇറക്കുമ്പോഴത്തേക്ക് അത് മെനക്കേടാവും. ഇതാകുമ്പോഴത്തേക്ക് നേരെ തള്ളി ഇറക്കി കഴിഞ്ഞാൽ വളയ്ക്കും തിരിക്കും വേണ്ട, അങ്ങനെ നേരെ അങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. പിന്നെ തിര നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ നമ്മുടെ മീനുമായിട്ട് ദേ ഹാർബറിൽ വന്നു. അത് ഓരോ കൊട്ടകളിലായിട്ട് നമ്മളിതേ കരക്കി വെച്ചു. അതിന് ലേലത്തിന് വെക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതായത് ഒരു കൊട്ട മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46 കിലോ. അതുപോലത്തെ നമ്മുടെ മാത്രമല്ല, ഒരുപാട് കൊട്ട മീനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പല തരത്തിലെ മീനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതെല്ലാം ലേലം വെച്ച് പോകാനുള്ള കേട്ടോ. നമ്മുടെ വള്ളത്തിലുണ്ടായിരുന്ന മീൻ അത്രയും നമ്മൾ ലേലം വെച്ച് വിറ്റ് തിരിച്ചു പോകുന്ന കാഴ്ചകൾ ഇപ്പോൾ കാണുന്നത്. ചാളക്ക് 260 രൂപ കൊണ്ട്. മുണ്ടേന് ഇത്രയും മീനുകൾ പറ്റിയെന്ന് പറഞ്ഞിട്ട് മുണ്ട് കഴുകുക പുള്ളി. നമ്മുടെ വലവെള്ളം അടുത്ത വല അടിച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം പന്നീരെ ശല്യം ഉണ്ടായിരുന്നു. പന്നീരെ ശല്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഓട്ടോ. നമുക്കുണ്ടാകുന്ന ഈ മീൻപിടുത്തത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഈ പന്നിയെ കൊണ്ട് മാത്രമാണ്. ഈ പ്രാവശ്യം നമുക്ക് അടിച്ചിരിക്കുന്നത് മൊത്തം ചെമ്മീൻ തന്നെ. സുഹിത്തപ്പനും എല്ലാവരും കൂടിയിട്ട് വല വലിക്കുക. കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഇപ്പം ഞാൻ ക്യാമറ പിടിക്കുന്നതുകൊണ്ട് മാത്രം മാറി നിൽക്കുവാണേ. ചെമ്മീനെ ചാടിച്ച് വലയ്ക്കകത്ത് കയറ്റാനുള്ള ഒച്ചപ്പാടും ബഹളവും നിങ്ങൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത്. ചന്തിക്കകത്തോട്ട് കയറിയ നിങ്ങളൊരു മത്തിയിലൊക്കെ വലിപ്പം നോക്കിയേ. അത് നല്ല പച്ച മത്തി, ചിലയിടത്ത് ചാളയെന്നും പറയും. നമുക്കിവിടെ അതിന് മത്തി, ചാള എന്നിങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. നല്ല പെടക്കണ മത്തി.
ഇതിങ്ങനെ വെച്ചിരിക്കപ്പോ അങ്ങനെ മണ്ടെടുത്തില്ല എല്ലാം കൂടെ പാറക്കിട്ട് നോക്കി കുത്തല്ല മൈരിയ പോ കടലിൽ നിന്ന് പിടിച്ച നല്ല ഫ്രഷായില്ല. അത് കറി വെച്ച് വള്ളത്തിൽ വെച്ചതിനെ കറി വെച്ച് ചോറുമായിട്ട് കഴിക്കുന്ന കാഴ്ച നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ സുഹൃത്ത് വായിലോട്ട് ഒരു ഉരുള വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് എന്നാന്നുള്ളത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. എൻ്റെ പൊന്നേ വായന്ന് വെള്ളം ഊറും. എല്ലാവരും ഫുഡ് കഴിക്കുന്നില്ല. നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുന്ന നേരം കൊണ്ട് നമ്മുടെ വലക്കാർ, അതായത് വള്ളത്തിൽ പോയ ആൾക്കാർ അടുത്ത മൂന്നാമത്തെ വല അവർ അടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പ്രാവശ്യം കിട്ടുന്നത് മുഴുവനും ചെമ്മീനും അയിലയും മാത്രമാണ്. അതും ചെറുതൊന്നുമില്ല, എല്ലാം വലുത് തന്നെ കിട്ടണം മൊത്തം. അടിച്ചു പോയാൽ പോവാണ്ടിരിക്കണം. ചാളവാൻ അമ്പിച്ച ചാള വേണ്ട, അമ്പിച്ച ചാള വേണ്ട വന്നിട്ട് വാടി ചാളയാ പൊന്നച്ച് ചാളയാ. ചാള വേണ്ട, വള്ളക്കേക്ക് വേണ്ട ചാള. കണ്ട നല്ല പച്ച അയിലയും ചെമ്മീനും കിടന്ന് പിടക്കണ വേണ കണ്ട ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നു ഇതൊക്കെ കാണുമ്പോഴല്ലോ ഒരു വല്ലാത്ത സന്തോഷം എന്നല്ല പറയുന്നത്. ഒരു സന്തോഷത്തിന് പറഞ്ഞാൽ ഇതുപോലെ സന്തോഷം നമുക്ക് വേറെ ഒന്നുമില്ല. ഇത്ര നേരത്തെ കഷ്ടപ്പാടിന് നമുക്ക് കിട്ടുന്ന അധ്വാനത്തിൻ്റെ ഫലം ഈ കാണുന്നതാണ്. അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. അയ്യോ, ചെമ്മീനും അയിലയും തന്നെ കിട്ടിയത് നോക്കി. അതും ഒരു വള്ളം മുക്കാലും ഉണ്ട്. കടക്കട പെടക്കട ഇത്ര ചോദിച്ചു ചത്ത കയ്യിലെടുത്തപ്പോൾ ചത്ത. പെടക്കണയില്ല അയ്യോ, മൊത്തത്തിൽ എടുക്കുക. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഒരു വീഡിയോ നമ്മളെ കാണുമ്പോടാ അപ്പൊ എല്ലാരെയും കാണും. ഇല്ല, യൂട്യൂബ് വീഡിയോ അല്ലേ പോലീസുകാർ കണ്ടോളൂ. ഫോണെ കാണുമ്പോഴത്തേക്കും വലിപ്പം കുറേ നമുക്കറിയാം. വള്ളത്തിൽ വേദനക്ക് വരും. നോക്കി അങ്ങോട്ട് നാളെ കൊടുക്കാൻ ഇതിന്റെ കുഴപ്പം നിങ്ങൾ കൊണ്ടുപോയാൽ എടുത്ത് പ്രത്യേകം എടുത്ത് കാണിച്ചു കൊടുക്കുക. ഇത്ര വലുത് നോക്കി ഇപ്പൊ കാണിച്ചു വലുത് നമ്മൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.